ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗ് കേട്ടാ വീഡിയോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവരെല്ലാവരും വീട്ടിലുണ്ട്. അലി, മൻഹ രാവിലെ തന്നെ കളി തുടങ്ങിന് ഇവരെ. ഇന്ന് സ്പെഷ്യൽ അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. സാധാരണ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനെന്ത് ചെയ്തു, രാവിലെ തന്നെ എൻ്റെ വണ്ടി ഒന്ന് കഴുകിയിട്ട്, പെണ്ണുങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി വൃത്തിയാക്കണം, വീട് വൃത്തിയാക്കണം, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ട അല്ലേ. അങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി. ഭയങ്കര പണിയാട്ടോ ഈ വണ്ടി കഴുകിയിട്ടാകുമ്പോഴത്തേക്ക് നടുവിലിങ്ങനെ പൊളിയും. ദാലി ഹായ് ഹായ് ഗൈസ് പറ അല്ലേ. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് പറയുന്നില്ലേ? കഴിഞ്ഞിട്ടാ ഓൺലൈൻ ഉണ്ട് പറഞ്ഞോ. ഇത് മന്നാന്ന്. മന്ന ഏത് സ്കൂളിൽ പഠിക്കുന്നേ? പറ മന്നാൻ്റെ വിശേഷം പറ. മന്നക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ സൺഡേ? എന്താണ് എൻ്റെ പ്ലാന്? സൺഡേൻ്റെ പ്ലാൻ എന്താണ്? ഞാൻ നിന്റെ പ്ലാനോ? ബാക്കിയുള്ള സമയം നിങ്ങൾ കളിക്കാണ്ട് എങ്ങനെ നിൽക്കല്? പഠിച്ചാണോ നിൽക്കല്? ഫുൾ ടൈം കളിക്കലല്ലേ? ഇവരെല്ലാം ഇങ്ങനെ വെയിലത്ത് കളിച്ചിട്ട് ഇവരെ കളറൊക്കെ മാറി നല്ല വെളുത്ത എന്താ പറയല്, കാശ്മീരി കുട്ടികളായിരുന്നു ഇവര്. പക്ഷെ ഇപ്പോൾ ഇവർ നൈജീരിയൻ കുട്ടികളായി. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു വന്നതില്ലേ, നമ്മളെ വണ്ടി, പെണ്ണുങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്. അല്ല വീടും വൃത്തിയാക്കി ആൾക്കാരെയും കൂട്ടി ഈ വണ്ടി കയറ്റണമെങ്കിൽ അതും വലിയൊരു ടാസ്ക്കാണ്. ആണുങ്ങൾക്ക് അറിയില്ല, ആണുങ്ങൾക്ക് വണ്ടി ഓടിച്ചാൽ മാത്രം മതി. പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കണം, വീട്ടിലുള്ള ആളി ഇറക്കണം, വീടും പൂട്ടണം. അപ്പം ആണുങ്ങളെക്കാളും ഭയങ്കര ടാസ്ക് കേട്ടോ. പെണ്ണുങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ വീട്ടുകാരെ പുറത്തെല്ലാം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നോട്ട് ദ പോയിന്റ്. അപ്പം നമ്മൾ ഇങ്ങനെ പുറത്തേക്കും ഇങ്ങനെ ഇറങ്ങിയതാണ്. കുറേ ആയി പുറത്തിറങ്ങിയിട്ട്. എന്താ മാവെല്ലാം പൂക്കുന്ന സമയമല്ലേ, മാവെല്ലാം ഇങ്ങനെ പൂക്കുന്നുണ്ട്. നിന്റെ പ്ലാൻ പറഞ്ഞല്ലോ, നിന്റെ പ്ലാൻ എന്ത്? ഉറങ്ങാം, അതാണ് പ്ലാന്. ഇതേണ്ട പറങ്കി മാവൊക്കെ പൂക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയത് കേട്ടാ. ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ എടുത്തു. മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ എന്താ ചക്ക, കംബോഡിയൻ ഓറഞ്ച് ജാക്ക്. ഇത് എൻ്റെ വീട്ടിലുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീടല്ല കേട്ടോ, ഇത് ഇത്താത്താൻ്റെ വീടാണ്. എൻ്റെ വീട് ഞാൻ റിനോവേഷൻ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഇത്താത്താൻ്റെ വീട്ടിലാട്ടോ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ വ്ളോഗ്. എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അറിയാം വീട് ചേഞ്ച് ആയത് എന്തെന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് മാങ്ങ, ചെറിയ മാങ്ങ ആയിട്ടുണ്ട്. ഇത് പറിച്ചിട്ട് കണ്ണിമാങ്ങ അച്ചാറിട്ടൂടെ? ചെറിയ മാങ്ങനെ പറിച്ചിട്ട് കണ്ണിമാങ്ങ അച്ചാറിട്ടോക്കാം. ഇത് കറിവേപ്പില. എന്ത് സംഭവം? എല്ലാം ഉണങ്ങി. എല്ലാം ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കണം, കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഗൈസ്, ഒരു തമിഴത്തി ഉണ്ട്, വരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് നടക്കുകയാണ്, വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് കേട്ടാ ഈ വളപ്പിങ്ങനെ. അപ്പം എൻ്റെ വണ്ടിൻ്റെ ഈ സംഭവം ഒന്ന് തേച്ച് കഴുകണം. ഇതൊന്ന് തേച്ച് കഴുകലാണ് ഇപ്പം അടുത്ത പണി. മന്ന ഇത് നനക്കുന്ന കല്ലിൻ്റെ അടുത്തേക്ക് കൊണ്ടാ, നനക്കുന്ന കല്ലിൻ്റെ അടുത്തേക്ക് എടുത്തിട്ട് വാ. അലി നീ കൊടുക്ക്. ചുക്കെല്ലാം കുറേ പിടിച്ചിട്ടുണ്ട് കേട്ടാ. ചുക്കുണ്ട്, പൂത്തിട്ട. അലിയില്ലേ, ഈ ക്യാരൻസ് നെയ്തിട്ടേ ഇത് തുടക്ക്. മന്ന ഈ ക്യാരൻസ് നെയ്തിയ ഇതും തുടക്ക്. ഇതെല്ലാം ഒഴിച്ചോ, ക്ലോറക്സ് എല്ലാം ഇങ്ങനെ ഒഴിച്ചോ, കുറച്ച് സോപ്പിലിട്ടോ. സൺഡേ ആയിട്ട് ഇവർക്കില്ല പണിയാണിത്.
ആരുതാന്ന് ഏറ്റവും കൂടുതൽ ക്ലീൻ ആന്നേ നോക്കാം. ബ്രഷ് ഇതിനെ കൊണ്ടല്ലോ അരച്ച ആ പോവും, നല്ല ക്ലീൻ ആവും അത്. നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മളെ മക്കളെയും ഇതേപോലെ എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടണം. എന്നാലും അവർക്ക് പണിയെടുക്കേണ്ട വിഷമങ്ങളൊക്കെ അറിയുള്ളൂ. അവർക്ക് ഇതിൻ്റെ എന്താ പറയുക കാര്യബോധമൊക്കെ ഉണ്ടാവും. അത് ആണുമക്കളായാലും കൂട്ടണം, പെണ്ണുമക്കളായാലും കൂട്ടണം. അവരെ കൂട്ടിയിട്ട് ചെറിയ ചെറിയ പണികളെല്ലാം ഇങ്ങനെ ഏൽപ്പിക്കണം. അല്ലാതെ അവർ ഫുൾ ടൈം ഫോണിൽ തന്നെ കളിക്കുകയും ചെയ്യും. പിന്നെ കണ്ണിനും മോശമല്ല. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇവർക്ക് ഇൻട്രസ്റ്റുള്ള കാര്യങ്ങളിലെല്ലാം കൂട്ടിയാൽ കുറച്ച് നമുക്കൊരു ഹെൽപ്പാവും. അവർ കുറച്ച് എൻഗേജ് ആവുകയും ചെയ്യും. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അടിപൊളി ഐഡിയ അല്ലേ? ക്ലീൻ ആക്കുന്ന കാണിക്കുന്നുണ്ട്. ഇപ്പം രണ്ടാളും ഭയങ്കര ത്രില്ലിലാണ് വ്ളോഗിൽ. അപ്പം എല്ലാവരും ഞങ്ങളെ വ്ളോഗ് കാണണം. മൻഹാനെ ചോദിക്കണം. ഇതാണ് മൻഹ ഫാത്തിമ. ഇത് അലി യൂസഫ്. ഇവര് ഭയങ്കര ഫ്രണ്ട്സാണ്. കുറ്റപ്പേര് എന്ത്? എലി. നിന്റെ കുറ്റപ്പേര് മഞ്ഞപ്പൊടി. പിന്നെ മയില്. മയില്. അപ്പൊ അങ്ങനെ കുറ്റപ്പേരൊക്കെ ഉണ്ട് ഇവർക്ക്. ഇതാ കാരൻസ് ഇങ്ങനെ വെളുത്ത് വന്നിട്ടുണ്ട്. പറയൂ. കിയ കാരൻസ്. ബ്രഷാ. അപ്പൊ ഗൈസ് നമ്മളെ ക്ലീനിങ് കഴിഞ്ഞു. ഇതട്ടാ മഞ്ഞ കഴുകിയത്. നല്ല വൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് എൻ്റെ അലിമോൻ കഴുകിയതാണ്. ഇത് എൻ്റെ മഞ്ഞാമോള് കഴുകിയതാണ്. അപ്പോൾ അടിപൊളി ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഡിയർ. ഇങ്ങനെയെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സഹായിക്കണം കേട്ടോ. ഇനി ഇത് ഓരോന്നെടുത്തിട്ട് വെയിലത്ത് കൊണ്ടേക്ക് ഉണങ്ങട്ട്. എടുക്ക്, ഓരോന്നെടുത്തോ. നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് കൊണ്ടേക്കാം. നീ ചെരുപ്പിട്ടിട്ടാലേ? ചെരുപ്പിടും മോനെ. കാക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറക്കും. വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ നല്ലോണം പണിയെടുക്കും. ഇവിടെ തന്നെ വെച്ചോ. ഇവിടെ തന്നെ വെച്ചാൽ മതി. ഇവിടെ കച്ചറയൊന്നുമില്ല. സൈക്കിൾ ഓട്ടിക്കുന്ന കാണിക്കാം. മറ്റേ ബാക്കിയിലെടുത്തിട്ട് വാ. നീ ഇല്ല അത് ചെരുപ്പിട്. അലി കമ്മിയർ ചെരുപ്പിട്. ഇപ്പോൾ ഉള്ളിലൊരു പണിയുണ്ട്. നമുക്കിന്ന് മുളക് ഉണക്കാനുണ്ട്. അപ്പോൾ മുളക് ഉണക്കാനിടുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഹിസാന ഉണ്ട്. ഒരു എൻജിനീയറാണ്. ഫുൾ ടൈം ഇങ്ങനെ വരയാണ്. വരച്ച് കാണിച്ച്. അതാ ഞാൻ വിചാരിക്കില്ല ഇവർക്ക് ഈ എഴുതാനും പഠിക്കാനും ഇപ്പം സമയമില്ലോ. ഞാൻ ഫ്രീ ആയിട്ട് കാണലില്ല. ഉറങ്ങും, എണീക്കും, എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, എഴുതും. പാതിരാത്രിയാവോളം എഴുതും. ഞങ്ങൾ ഉറങ്ങോളും എഴുതും തന്നെ ഉണ്ടാലേ. ഇതാ എൻജിനീയറിംഗാണ് നമ്മൾ പഠിക്കുന്നത്. ഭാവിയിലെ എൻജിനീയർ. നേരെ മുകളിലേക്ക് പോവാം. മുകളിലാണ് മറ്റേ എന്താ പറയലേ ഇത് ഉണക്കാനിടുന്നത് മുളക്. ഇതാണ് നമ്മളെ മുളക്. എന്ത് മുളകെന്നറിയോ? ഇത് കുന്താപ്പൂർ മുളകാണിത്. മാംഗ്ലൂർത്തെ മുളക്. ഇതാ ഇതിപ്പോൾ കഴുകി ഉണക്കാനിട്ടിട്ടുണ്ട്. മുളക് ഉണക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്. അപ്പം നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ വന്ന വീഡിയോ ആണ്. ഇതിപ്പോൾ നമ്മൾ എന്തേ കൈയിട്ട് തന്നെ ഉണക്കിയിട്ടിട്ടത്. മറ്റേ ഞാൻ വാഷിംഗ് മെഷീനിലെല്ലാം ഇട്ടിട്ട് ഉണക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇത് മല്ലിയാണ്. ഇപ്പം നോമ്പെല്ലാം ഇല്ലേ, നോമ്പെല്ലാം വരാനായതുകൊണ്ട് ഇങ്ങനത്തെ പണികളാണ്. മുളകും മല്ലി ഉണക്കൽ. ഇങ്ങനെ ഇതൊരു ദിവസം ഉണങ്ങിയോ? 3 ദിവസം ഉണങ്ങിയോ? അപ്പം ഇന്ന് പൊടിക്കാമല്ലേ? ഇത് നല്ല ഉണങ്ങി. അപ്പം ഇത് ഇന്ന് പൊടിക്കാൻ കൊണ്ടുപോവാം.
ഈ മുളക് ഇന്ന് പൊടിക്കാൻ കൊണ്ടുപോവാം. നല്ല ചോന കാശ്മീരി മുളക് കേട്ടോ, എരിയൊന്നുമില്ല, എരിയില്ലാത്ത മുളക് അല്ല, എരിയില്ലാത്ത മുളകല്ലേ ഇത്, കുമിട്ടി മുളക്. ഇതിൻ്റെ ചൊട്ട് കളഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഇതാക്കാൻ കൊണ്ടുവന്ന് പൊടിക്കാൻ കൊണ്ടുവന്നേ. അപ്പം അതിൻ്റെ ചൊട്ട് കളയുന്നുണ്ട്. വേണ്ട എന്തായാലും വേണ്ട. വാ ഇനി നമ്മൾ ഉള്ളിലേക്ക്, നമ്മളെ മുറ്റത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഉച്ചക്കേക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാം. വാ ജ്യൂസെല്ലാം കുടിക്കാലോ, വാ ജ്യൂസെല്ലാം ആക്കാലോ. അപ്പം ഗൈസ് ജ്യൂസ് നമ്മൾ ഓൾറെഡി ആക്കി വെച്ചത് തന്നെ ഉണ്ട്. അപ്പം ആ ജ്യൂസ് തന്നെ കുടിക്കട്ടോ. ജ്യൂസ് ഏതെന്ന് വെച്ചാൽ നമ്മളെ ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിൾ, പിന്നെ അതിൻ്റെ കൂടെ നെല്ലിക്ക ഇട്ടിന് അത് ആക്കിയിട്ട് മിക്സാക്കിയ ജ്യൂസ്. അപ്പം ഇതാ ആ ജ്യൂസ് കേട്ടോ. ഇതിങ്ങനെ കുടിച്ചിട്ട് സ്കിന്നൊക്കെ കുറച്ച് ഗ്ലോ ആക്കാന്നുള്ള പ്ലാനാണ്. നോക്കാലോ ഗ്ലോ ആകുന്നുണ്ടോയെന്ന്. ഇതാണ് ജ്യൂസ്. പോയിട്ട് നിങ്ങോ ഇതാ മന്ന ജ്യൂസ്, ഇതാ മന്ന അലി ഈ ജ്യൂസ് കുടിച്ചു നോക്കിയ. കഴിച്ചിണ്ടാ? മധുരമൊന്നും ഇട്ടിട്ടാ, പക്ഷെ ഹെൽത്തിയാണ്, ഹെൽത്തി ജ്യൂസാണ്. കുടിച്ചോ 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 കുടിച്ചോ. വേറെ ജ്യൂസ് ആക്കി തരും ഇത് കുടിച്ചാൽ. ഇത് കുടിച്ചിട്ട് വേറെ ജ്യൂസ് ആക്കി തരും. ബ്ലഡ് ജ്യൂസ്, ബ്ലഡ് വരട്ടെ, ബ്ലഡ്. ഉമ്മ വേറെ ജ്യൂസ് ആക്കി തരാം, ചെറുനാരങ്ങ ആക്കി തരാം. ലെമൺ ലെമൺ നല്ല മധുരം ഇട്ടിട്ട്. എനിക്കെന്ത് വേണ്ടേ? നിനക്കിത് വേണം, ഇത് കുടിച്ചു നോക്കിയേ. ആ കുടിച്ചു നോക്കറോ, കുറച്ച് കുടിക്കേ. ഇത് കുടിച്ചാക്കേ ലെമൺ ലെമൺ ജ്യൂസ് ഇല്ലു. ആ നിക്കുണ്ട് മോനെ ഉമ്മാക്ക. ഉമ്മ ഇത് കുടിക്കടാ, നേരെ ഫുള്ളും കുടിക്കേ, ഫുള്ള് കുടിക്കുവാനെ. ആക്കി തരാം, അത്രയെങ്കിലും അവര് കുടിച്ച്, എത്ര കുടിച്ചാലും മതി. ആ മധുരമൊന്നും ഇടാത്തോണ്ടാണ് ലെമൺ ജ്യൂസ് ആക്കി തരാം. ഓറഞ്ച് ജ്യൂസ് ആക്കാൻ മടിയാന്ന്, ലെമൺ ജ്യൂസ് ആക്കാൻ മടിയാന്ന്. അപ്പം ഇതാ ഓറഞ്ച് തിന്നിക്കാം അവരെ കൊണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആടിട്ടൂടാ, കച്ചറാക്കി കൂടാർന്ന് നോക്കിയേ. നമുക്ക് നല്ല പെഡിക്യൂറാക്കാലോ, പെഡിക്യൂറാക്കാം. പെഡിക്യൂറാക്കല എങ്ങനെ? സോപ്പ് ഇട്ടിട്ട് കാല് നല്ല പോലെ ബ്രഷ് ഇട്ടിട്ട് കഴുകാം. പുറത്തിറങ്ങുമ്പോ ഇല്ല കാക്ക് ചെരുപ്പിടണം, അപ്പൊ കാക്ക് കച്ചറയൊന്നും ആയില്ല. അപ്പൊ അതെല്ലാം ഇട്ടിട്ട് നമുക്ക് കാല് വൃത്തിയാക്കാലോ. വെത്തുന്നു. ഇനി നെക്സ്റ്റ് പരിപാടി എന്തിയേ? അല്ല കാല് കഴുകുന്നു. നെക്സ്റ്റ് നമ്മളെ പരിപാടിയാണ് കാല് വൃത്തിയാക്കൽ. നമ്മളെങ്ങനെ കാല് നല്ല വൃത്തിയായി സൂക്ഷിക്കാം. ഫുട്ബോൾ കളി, അത് കഴിഞ്ഞ് ചോറ് വെച്ചിട്ട് ഫുട്ബോൾ. നമ്മൾ ചോറൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ബിരിയാണിയാണ് ആക്കിയത്, ബീഫ് ബിരിയാണി. അപ്പോൾ ഓൾറെഡി അത് ബാക്കിയുണ്ട്, അപ്പോൾ അത് ചൂടാക്കിയാൽ മതി. തായൊക്കെയല്ല ഓറഞ്ച്. ആ ഇവന് പിന്നെ ഭക്ഷണത്തിന് എതിരാണ്. നമ്മളെ നെക്സ്റ്റ് വീഡിയോ നമ്മളെ കാല് വൃത്തിയാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പിന്നെ കാല് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഷാമ്പു വേണം, പിന്നെ ബേക്കിംഗ് സോഡ വേണം കേട്ടോ. പിന്നെ വേണ്ടത് നല്ല ചെറുനാരങ്ങയാണ്. പിന്നെ ഇത് എന്താ പറയുക, ബ്രഷ് അരച്ച് കഴുകാനും ബ്രഷ്, കുറച്ച് ഉപ്പ് എന്നിട്ട് ഇതെല്ലാം കലക്കിയിട്ട് ഈ വെള്ളത്തിൽ കാല് 2-3 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് കാല് നല്ലോണം തേച്ച് കഴുകി കൊടുക്കുക. അല്ലാണ്ട് അവരായിട്ട് വൃത്തിയാക്കിയാൽ അത് വൃത്തിയാവില്ല. പിന്നെ ഗ്രാജുവലി അവരിങ്ങനെ വൃത്തിയാക്കാൻ പഠിക്കുന്നതല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു വീക്കിലി 2 ടൈംസ് ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്താൽ അവരെ കാലും നഖമൊക്കെ നല്ല വൃത്തി ഉണ്ടാവും. ഇളം ചൂടുവെള്ളം വേണം കേട്ടോ നമുക്ക് ഇതിൽ കാല് മുക്കി വെക്കാൻ. അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പ്, ബേക്കിംഗ് സോഡ ഇടണം. വീണാ
പിന്നെ ഇതാ കുറച്ച് ബേക്കിംഗ് സോഡ ഇടാം. അപ്പൊ കാല് മുക്കിക്കോ. അത് നമുക്ക് കാലിന്റെ കാക്ക് ഇങ്ങനെ ഒരക്കാം. മതി, അത് ഇട്ടിട്ട് ഞാന് കുറച്ച് ഒരു 2 കാലിട്ടില്ലേ, ആ കുറച്ച് സമയം ഒന്ന് സോക്കായാ മതി. ഒരു 10 മിനിറ്റ് അങ്ങനെ നിക്ക്. ഞാൻ നല്ല പാല് കാലെല്ലാം അരച്ചുതരാം. ബ്രഷ് അതിൻ്റെ ഉള്ളിലിട്ട് മുരിങ്ങക്കോല. ഇത് നമ്മള് സ്പെഷ്യൽ മസാല, ചാട്ട് മസാല നമ്മൾ നല്ല പാല് ക്രീമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മത്തിക്കുട്ടനെ എടുത്തിട്ട് നമുക്ക് നമ്മളെ ആ ക്രീം ഒന്ന് തേച്ചെടുക്കാം. നമുക്ക് സോപ്പിൽ ഫുഡ് കഴിക്കാൻ പോവാം. അതെവിടെ ഞാൻ കേട്ടിനത്? എവിടെ ഇത്? കാസർഗോഡ. ഈനോട് ഇറക്കും മോനെ, അങ്ങനെ അംബ്രാസ് അവരെല്ലാം വിളിച്ചാൽ നമുക്ക് സോപ്പിൽ ഫുഡ് കഴിക്കാം. ഇന്നല്ല, ഇന്ന് പോവാൻ കഴിയോ? ഇന്നല്ല ആർക്കും സ്കൂളില്ലാത്ത കഴിയോ? അയ്യോ, മാനിക്യൂറ്, കാല് പെഡിക്യൂറ്, കൈ രണ്ടും പെഡിക്യൂറ് മാനിക്യൂറ് രണ്ടും കാലും കൈ തന്നെ. ഞങ്ങളെ പിന്നെ കുളിയും കാല് തേപ്പും പെഡിക്യൂറും മാനിക്യൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതാ ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിയാണ്, ബീഫിൻ്റെ ബിരിയാണി. അപ്പം ഇനി ഇത് കഴിച്ചിട്ട് നല്ലൊരു ഉറക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഭയങ്കര മഴ മൂടോട്ടോ ഇന്ന്. ഇവിടെ രാത്രിയായ പോലെ ഉണ്ട്, ഉച്ചയാകുന്ന സമയം. അപ്പം പിന്നെ ഇനിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.